അബിയേട്ടൻ ഇതാ വണ്ടി ഓടിക്കുന്നത്. ഞാനവിടെ വെക്കാനാണ് ഉദ്ദേശിച്ചത്. ഈ കള്ളപ്പന്നി ഇതൊക്കെയാണ്. അബിയേട്ട അവിടുന്ന് റൈറ്റ് എടുക്കാം. അബിയേട്ട ഇനി റൈറ്റ് എടുത്തിട്ട് കാര്യമില്ല. ടീ ടൈം കഴിഞ്ഞ് നമുക്ക് അവിടെ നിന്ന് കുടിക്കാണ്. ഓറഞ്ച് ജ്യൂസ് കിട്ടിയാൽ പോരെ. ആ ടീ ടൈമിന് നല്ല ഓറഞ്ച് ജ്യൂസ് ഉണ്ട്. അബിയേട്ടൻ ടീ ടൈമിൽ നിന്ന് ഓറഞ്ച് ജ്യൂസ് മേടിച്ചത്. സാധാരണ അബിയേട്ടൻ ഇങ്ങനെ മേടിച്ചു തരുന്നതാണ്. അബിയേട്ടൻ ഇപ്പോൾ വലിയ മൈൻഡ് ഒന്നും ഇല്ല. ഇന്ന് തന്നെ കുറെ സീത്ത പറഞ്ഞു. ഒരാവശ്യമില്ലായിരുന്നു. ആര് ചേച്ചി മാത്രമേ സപ്പോർട്ട് ചെയ്യാനുണ്ടായിരുന്നുള്ളൂ. കണ്ടോ ആ കൈ കാണിച്ച് കണ്ടിട്ട് ഒന്നുകൂടെ കാണിക്ക്. ഈ സൈഡിലുള്ളത് വേറെ ടീം, ഇത് വേറെ ടീം. അബിയേട്ടൻ വണ്ടി ഓടിക്കുന്നു. നമ്മൾ ഗ്രീൻ സ്ക്രീൻ എഫക്റ്റ് ആണെന്ന് ആരും പറയില്ല. അത് എന്റെ സ്റ്റുഡിയോയില് വണ്ടി ഇട്ടിട്ട് നമ്മൾ വിൻഡോയിലൊക്കെ വിഷ്വൽസ് എടുത്തതാണ്. ഫ്രണ്ടിൽ ഒരു വണ്ടി വരുമ്പോൾ അബിയേട്ടൻ എന്താണ് ചെയ്യാൻ പോകുന്നത്? ഗൈസ് ബ്രേക്ക് എന്ന് പറയൂ, ബ്രേക്ക്. ടീ ടൈമിൽ നിന്ന് ഓറഞ്ച് ജ്യൂസ് മേടിച്ചരാന്ന് പറഞ്ഞു, പറ്റിച്ചു. ഇനി എവിടുന്നാണോ ഓറഞ്ച് ജ്യൂസ് മേടിച്ചരാൻ പോകുന്നതെന്ന് എനിക്കറിയില്ല. ഗൈസ് നമുക്ക് നോക്കാം ഗൈസ്. അവിടെ ആകുമ്പോ 300 പൈസക്ക് നല്ല ഓറഞ്ച് ജ്യൂസ് ഉണ്ടായിരുന്നു ഗൈസ്. ഇനി ടീ ടൈമിൽ 300 പൈസക്ക് ഓറഞ്ച് ജ്യൂസ് ഉണ്ടായിരുന്നു ഗൈസ്. ഇനി അബിയേട്ടൻ എവിടുന്നാണ് മേടിക്കുന്നത് അറിയത്തില്ല ഗൈസ്. കണ്ടോ ഉത്തരം മുട്ടുമ്പോ അബിയേട്ടൻ ഫ്രണ്ടിലുണ്ടായിരുന്നല്ലോ നമ്മളെ ലെഫ്റ്റ് എടുത്ത സ്ഥലത്ത് 24 hour ടീ ടൈം. ഈ പറയുന്ന ആള് 3 വട്ടമാണ് എക്സ്ട്രാന്ന് പുറത്തിറക്കാൻ വഴി തെറ്റിച്ചത്. ആണോ അല്ലേ? അതെ, എനിക്ക് അറിഞ്ഞൂടായിരുന്നില്ല. എന്നിട്ടാണ് ഇപ്പൊ അവിടുന്ന് ജ്യൂസ് മേടിച്ചു തരുമെന്ന് പറഞ്ഞത്. ചുമ്മാ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചേ ഓടിയത്തുള്ളൂ. നമസ്കാരം നമസ്കാരം. അതേപോലെ ഇപ്പൊ ഒന്നും കാണിക്കത്തുമില്ല. പിന്നെ എന്താണ് കേസ് ഇവിടെ നടക്കുന്നത്? അബിയേട്ടൻ ഇനി ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സ്ഥലത്തോട്ടാണ് പോകുന്നത്. പുറം ഹൈറ്റ്സ് ഇറങ്ങാൻ പോവാണ് അബിയേട്ടൻ. റൈറ്റ് എടുത്തോ. അബിയേട്ടനോട് ഞാൻ ബ്രേക്കുകൾ മെല്ലെ ചവിട്ടി കൺട്രോൾ ചെയ്യാൻ പറയുകയാണ്. അബിയേട്ടൻ ചെയ്യുന്നില്ല. വണ്ടി ഇപ്പൊ തന്നെ വണ്ടി തെന്നി ഗൈസ്. ഏത് ട്രാക്കിലോട്ട് ഗൈസ്? നമ്മൾ കേറിയത് ഫസ്റ്റ് ട്രാക്കിലും ഇറങ്ങിയത് സെക്കൻഡ് ട്രാക്കിലുമാണ് ഗൈസ്. നമുക്ക് സെക്കൻഡ് മെയിൻറ്റെയിൻ ചെയ്യാം ഗൈസ്. ഗൈസ് ഇൻഡിക്കേറ്റർ ഒന്നും ഇവിടെ ഇല്ല ഗൈസ്. അപ്പൊ ഒരു വണ്ടി വന്നേർന്നെങ്കിൽ നമ്മൾ തീർന്നേ. രാമനാമം ജപിച്ച് ഇരിക്കുന്ന ആര്യ. ഇനി അബിയേട്ടനോട് ഒരു 80 സ്പീഡ് കുറച്ച് ചവിട്ടി പോവാൻ ഞാൻ അഭ്യർത്ഥിക്കുന്നു ഗൈസ്. അല്ലെങ്കിൽ അവിടുന്ന് കൺട്രോൾ പോയ കൊക്കയിൽ കിടക്കും ഗൈസ്. നമ്മളങ്ങനെ കോറം ഹൈറ്റ്സ് കേറുന്നു ഗൈസ്. ഒമാനിൽ തന്നെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ഇറക്കമാണ് നമ്മൾ ഇറങ്ങാൻ പോകുന്നത്. അല്ല, ഇവിടെ ഏറ്റവും കൂടുതൽ ആക്സിഡന്റ് വണ്ടിയൊക്കെ പറഞ്ഞ് താഴോട്ടൊക്കെ വന്നിട്ടുണ്ട്. പോകുമ്പോ നമ്മൾക്ക് റോഡ് സൈഡിൽ നിന്ന് പാടുകൾ കാണാം, വണ്ടി ഇങ്ങനെ വീണതിന്റെ ഒക്കെ. ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി പറഞ്ഞു വിട്ടതാണ്. വ്ളോഗ് എടുക്കണം, നാടൻ കെട്ടവൻ. കണ്ടോ ഗൈസ്? ആ വീഡിയോ ആണോ അതോ ഈ വീഡിയോനാണോ കുറെ കാലം കഴിഞ്ഞ് കാണുമ്പം ചിരിക്കാനും ചിന്തിക്കാനും നമ്മള്? ശരിയാട്ടോ, അത് ശരിയാ ഗൈസ്. നമ്മുടെ വണ്ടിയിൽ പാട്ടൊക്കെ ഉണ്ട് ഗൈസ്. അബിയേട്ടന്റെ മൂഡ് വൈബ്സ് കണ്ടോ ഗൈസ്? ഗൈസ് നിങ്ങൾ വ്യൂ കണ്ടോ ഗൈസ്? അപ്പുറത്ത് കേവ് റെസ്റ്റോറന്റും ഇറക്കുവാണ് ഗൈസ്. കണ്ടോ കണ്ടോ? അങ്ങനെ നമ്മൾ ഇറങ്ങിയിരിക്കുന്നു. അബിയേട്ടന്റെ സ്വഭാവം എന്ന് വെച്ചാൽ റൗണ്ട് ബോട്ട് കയറുമ്പോഴും ട്രാക്ക് മാറുമ്പോഴും എണ്ണം തെറ്റിപ്പോകും. വേറെ ഏതോ സ്ഥലത്ത് ലൊക്കേഷൻ ഇട്ട് ആ ലൊക്കേഷൻ റീഡ് ചെയ്യുന്ന ആര്യ ചേച്ചി ഗൈസ്. ഇപ്പോഴും ലെഫ്റ്റ് എടുക്കാൻ പറയുന്നത് ഗൈസ്. ഇവിടെ എവിടെയാണ് ഗൈസ് ലെഫ്റ്റ്? 2 കിലോമീറ്റർ കഴിഞ്ഞ് ലെഫ്റ്റ് എടുക്കണമെന്ന്. നമുക്ക് റൈറ്റിലോട്ടാണ് പോകേണ്ടത്. സൈൻ ഓഫ് ചെയ്യാം. ഈ ആര്യക്ക് വിഷമായി ഗൈസ്. ഇനി മിണ്ടത്തില്ല, ഇനി മിണ്ടാതിരിക്കും. ഇനി പെൺമസ്ക മേടിച്ചു കൊടുക്കണം. ശരിക്കും മിണ്ടുന്നില്ല ഗൈസ്.
ഗൈസ് മിണ്ടുന്നില്ല. മിണ്ടുന്നില്ലടേ. മിണ്ടുന്നില്ലടേ.